ഹലോ. അപ്പോൾ ഇന്നാണ് ബലിപെരുന്നാൾ ദിവസം ട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ രാവിലെ എണീറ്റ് പുറത്ത് നോക്കിയപ്പോൾ ഒരു 6 മണിയായിട്ടുണ്ട്. അപ്പോൾ നല്ല മഴച്ചാറലുണ്ടായിരുന്നു ട്ടോ. വല്ലാണ്ട് മഴയൊന്നുമില്ല, മഴ ഇങ്ങനെ ചാറുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മൈലാഞ്ചി ചോത്തുക്കണമെന്നുള്ള നോട്ടാണ് കേട്ടോ അത്. അപ്പോൾ നല്ല രീതിക്ക് ചോത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് 2 ദിവസം കൂടി കഴിയുമ്പോൾ ഒന്നുകൂടി കളർ വരും. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ചോത്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇതാ മഴ ഇങ്ങനെ ചാറിയും കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നേരെ താഴെ അടുക്കളയിൽ പോയപ്പോൾ നാത്തൂന് ബിരിയാണിക്കുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ വെട്ടി ശരിയാക്കി വെക്കുമായിരുന്നു കേട്ടോ. തലേ ദിവസം ചെയ്യുകൊണ്ട് രാവിലേക്ക് കുറച്ചുകൂടി എളുപ്പമായി. അപ്പോൾ എല്ലാതും ഇങ്ങനെ വെട്ടി ശരിയാക്കി വെച്ചിട്ട് പിന്നെ ഉള്ളി തൂമിക്കാനും കാര്യങ്ങളും. അപ്പോൾ ഇന്ന് വെക്കുന്നത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ബീഫ് ആദ്യം കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തോ ബീഫ് ബിരിയാണിയെക്കാട്ടിലും എനിക്കിഷ്ടം ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ബീഫ് മസാലയൊക്കെ കൂട്ടി നല്ല ദമ്മിടാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരുമ്പാൻ വേണ്ടിയിട്ട് പോയി. കുട്ടിയുടെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിരുമ്പിയിട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കുളിയൊക്കെ കഴിയാമല്ലോ. ഇപ്പോൾ സമയം 9:30 മണിയൊക്കെ ആയിട്ടുള്ളുണ്ടായിരുന്നു. ഇപ്പോൾ പെരുന്നാളാവുകൊണ്ട് നേരത്തെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആവില്ലേ. അപ്പോൾ മക്കളെയൊക്കെ കുളിപ്പിച്ചിട്ട് അകത്തേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നാൽ തിരുമ്പി കഴിഞ്ഞിട്ട് പിന്നെ എനിക്കും കുളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എൻ്റെ തിരുമ്പലും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കലും കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കേണ്ട ഓർമ്മ കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ പൊരിച്ചതും ഉണ്ടായിരുന്നു. ഇതാ നല്ല ബീഫ് ദമ്മ് ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെ ബാക്കി വന്നതാണിത്. ഇതിനി വൈകുന്നേരത്ത് രാവിലെ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഞങ്ങൾ കഴിച്ചായിരുന്നു. പിന്നെ വൈകുന്നേരം എല്ലാവരെയും ഉറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നീച്ച് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. ചായയോടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ബിരിയാണി അല്ലായിരുന്നു. അപ്പോൾ വൈകുന്നേരത്തേക്ക് ചോറാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉമ്മ നാഴിയരി ഞാൻ അടുപ്പത്തിടാൻ വെച്ചിട്ടോ. ഞങ്ങൾ ഈസി കുക്കിലാണ് ഇപ്പോൾ അരി അടുപ്പത്തിടാറ്. ഗ്യാസിന് ഇപ്പോൾ ചിലവും കാര്യങ്ങളല്ലേ, കിട്ടാനും താമസമല്ലേ, അതുകൊണ്ട് ഇപ്പോൾ ഈസി കുക്കില്ല കേട്ടോ അരി വെക്കാറ്. അപ്പോൾ ഞാൻ അരിയൊക്കെ അടുപ്പത്തിടാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ ഇതാ 1-1.5 നാഴിയൊക്കെ ഉള്ളു കേട്ടോ ഇടുന്നുള്ളത്. ഉപ്പാക്കും കുട്ടിക്കും വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പിന്നെ ബിരിയാണി ബാക്കിയുള്ളത് അങ്ങനെ കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ആ പരിപാടിക്കും കാര്യങ്ങൾക്കൊക്കെ നിന്നതാണ്. പിന്നെ അതൊന്ന് വെള്ളം തളിച്ചപ്പോൾ ഞാൻ പിന്നെ അത് ഗ്യാസുമൊക്കെ എടുത്ത് വെക്കാം കേട്ടോ ചെയ്തത്. പിന്നെ ഗ്യാസുമ്മ സ്ലിമ്മിലിട്ടിട്ട് അങ്ങനെ അത് വേകുമ്പോൾ റൈസ് കുക്കർക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവുമല്ലോ ചോറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കറിയും കാര്യങ്ങളൊന്നും വേണ്ട, ബീഫ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ബീഫ് ഉണ്ടാവുകൊണ്ട് പിന്നെ അതും കൂട്ടി കഴിക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ കഞ്ഞി കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. ചെറിയ മോള് ബിരിയാണി കഴിക്കില്ല, അവൾക്ക് എപ്പോഴും വെറും ചോറാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ പിന്നെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീതന അതുകളൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വെച്ചതായിരുന്നു. പിന്നെ പെരുന്നാൾ ദിവസമായിട്ട് വലിയ മാറ്റങ്ങളുണ്ട്. ഡെയിലി എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ എങ്ങോട്ടും പോവാനോ ടൂർ പോകാനോ കാര്യമൊന്നുമില്ല. ഫുൾ ടൈം വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഡെയിലി എങ്ങനെ പോയിരുന്നു അതുപോലെ തന്നെ. അതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷം കാര്യങ്ങളൊന്നും പെരുന്നാൾ ദിവസമായിട്ട് ഉണ്ടായിട്ടില്ല. ഉള്ളിക്കൂടെയൊക്കെ അടിച്ചോറൽ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മുകളിൽ കുറച്ച് പണിയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ എൻ്റെ റൂമിൻ്റെ അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഇത്. അപ്പോൾ ഇതൊക്കെ മടക്കി വൃത്തിയാക്കി വെക്കാനുള്ളത്. കാരണം നാളെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് തുണികളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ അടുക്കി പെറുക്കി ഒതുക്കി വെക്കാനുണ്ടായിരുന്നു. ഇവിടെ വെക്കുന്ന കുറച്ച് ഡ്രസ്സുണ്ട്, അത് ഇവിടെ നേരെ മടക്കി വൃത്തിയാക്കി വെക്കുക. പിന്നെ കൊണ്ടുപോകാനുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതും റെഡിയാക്കി കവറിലാക്കി വെക്കുക. പിന്നെ നാളെ പോകാൻ നേരത്തൊക്കെ ഇങ്ങനെ വാരി പെറുക്കി എടുക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഒഴിവുണ്ടാകുമ്പോൾ അത് ക്ലീൻ ചെയ്ത് ശരിയാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പരിപാടിയിലാണ് ഞാൻ. അപ്പോൾ ഒരുപാട് ഡ്രസ്സുണ്ട്. കാരണം ഞാൻ 2 മാസമായിട്ട് ഇപ്പോൾ വന്നിട്ട് സ്കൂൾ പൂട്ടിയ ടൈമിൽ വന്നതാണ്. പിന്നെ അതിലിടയ്ക്ക് 2 തവണ പോയി വന്നു എന്നല്ലാണ്ട് അധിക ദിവസമൊന്നും അവിടെ നിന്നിട്ടില്ല. അപ്പോൾ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം ഓരോ കവറിലാക്കി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ പോകുമ്പോൾ അങ്ങനെ പെറുക്കാനും നടക്കാനും നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഒക്കെ ശരിയാക്കി വെച്ചതായിരുന്നു. അപ്പം എന്നാൽ ഈ അൽമറക്കൂടൊക്കെ നേരെ മടക്കി വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ പണിയല്ല. കുട്ടികളെയും കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ബാഗും ഷൂവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു. യൂണിഫോം പഠിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു കവർക്കാക്കിക്കണം, അല്ലെങ്കിൽ പോകേണ്ട നേരത്ത് ഓരോന്നോരോന്ന് മറന്നിട്ട് പോവുള്ളൂ. പിന്നെ അവർക്ക് കിട്ടണമെങ്കിൽ നല്ല പണിയാണ്. അതുകൊണ്ട് എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ നേരെ മടക്കി വൃത്തിയാക്കി വെക്കാറുണ്ട്. അപ്പോൾ കുട്ടികളൊന്നും റൂമൊക്കെ ആക്കിയില്ല. അവരൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പണിയൊന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ അവരൊന്നും കൂട്ടാണ്ട് ഞാൻ ഡോർ അടച്ചിട്ടാണ് ഇപ്പോൾ ഈ പണിയും പരിപാടികളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ബാഗിലേക്ക് എൻ്റെ ഡയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെക്കുകയാണ്. അല്ലെങ്കിൽ ഒക്കെ മറന്നിട്ടേ പോവുള്ളൂ. ഇനിയിപ്പോൾ ഏതായാലും തിങ്കളാഴ്ച സ്കൂളൊക്കെ തുറക്കല്ലേ. അപ്പോൾ പിന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഏത് സമയത്ത് ഇങ്ങോട്ട് തിരിച്ച് വരുന്നതെന്ന് അറിയില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ലീവ് കിട്ടുമ്പോൾ മാത്രമേ ഇനി ഒന്ന് വരാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇതാ വൃത്തിയാക്കിയിട്ട് ഇതെല്ലാം സെറ്റാക്കി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മുകളിൽ തട്ടിലാട്ടോ വെക്കാറ്. ഇതൊക്കെയാണ് ഇപ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടില്ല ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളത്. പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോൾ ഈത്തപ്പഴം ഉണ്ടായിരുന്നു, അപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.